നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ജെയിൻ സ്ട്രീറ്റിനെ കുറിച്ചാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ജെയിൻ സ്ട്രീറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയ മാനിപ്പുലേഷനെ കുറിച്ചും സെബി അവർക്ക് പിഴയിട്ടതിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ ആയിരുന്നു എല്ലായിടത്തും. ഇന്ത്യയുടെ മാർക്കറ്റ് മാനിപ്പുലേഷൻ മൊത്തം നടന്നത് ജെയിൻ സ്ട്രീറ്റ് ആണെന്ന രീതിയിലൊക്കെയാണ് പ്രചാരം നേടിയ കഥകൾ. എല്ലാ റീറ്റെയിൽ നിക്ഷേപകർക്കും പണം നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണമായി ജെയിൻ സ്ട്രീറ്റ് എന്ന വില്ലനെ ഉയർത്തിക്കാട്ടുകയും ചെയ്തു. ഈയൊരു വേളയിലാണ് കുറേ പേര് ജെയിൻ സ്ട്രീറ്റ് ആരാണ്, എന്താണ് ഇത്, ഹിൻഡൻബർഗ് പോലെ വല്ലതുമാണോ, ഇന്ത്യൻ നശിപ്പിക്കാൻ വന്നാണോ എന്നുള്ള സംശയങ്ങളൊക്കെ ആയിട്ട് കുറേ പേര് അതിനെക്കുറിച്ച് ചർച്ചകളും കുറച്ച് പേരൊക്കെ മെസ്സേജും ഒക്കെ അയക്കുന്നത് കണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ജെയിൻ സ്ട്രീറ്റ് അവരുടെ ചരിത്രത്തെക്കുറിച്ചും ഭൂമിശാസ്ത്രത്തെക്കുറിച്ചും ഒക്കെ നമ്മളൊരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. അഥവാ ജെയിൻ സ്ട്രീറ്റ് എന്തുകൊണ്ടാണ് മറ്റുള്ള ഹെഡ്ജ് ഫണ്ടുകളെയോ അല്ലെങ്കിൽ ട്രേഡിംഗ് ഫേമുകളെയോ അല്ലെങ്കിൽ പ്രോപ്പ് ഫേമിനെയോ ഇവരെയൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവർ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. ജെയിൻ സ്ട്രീറ്റും അതിലുള്ള പ്രവർത്തനങ്ങളും അതിലുള്ള ആളുകളും എല്ലാം ഒരു പരിധിവരെ നിഗൂഢമാണ്. ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ് US-ൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഡേറ്റയൊക്കെ ലഭിക്കുക താരതമ്യേന കുറച്ച് ബുദ്ധിമുട്ടാണ്. അവർ വിചാരിച്ചെങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇതിൻ്റെ CEO ആരാണ്, CFO ആരാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല. അറിയാത്തത് മറ്റൊന്നും കൊണ്ടല്ല, അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. മാനേജ്മെൻറ്റും എക്സ്പേർട്സും ഓൺ ചെയ്തിട്ട് ഒരു പ്യൂർ മാനേജ്മെൻറ്റ് അസോസിയേഷൻ പോലെ നടന്നു പോകുന്ന ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചറാണ് ജെയിൻ സ്ട്രീറ്റിനുള്ളത്. ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അവിടെ ഇൻസെൻറ്റീവിനെ ബേസ് ചെയ്തിട്ട് ശമ്പളം കൊടുക്കുക എന്ന രീതിയിലോ മാസവരുമാനം കൊടുക്കുക എന്നുള്ള രീതിയിലൊക്കെയാണ് കൊണ്ടുവരുന്നത്. ഏകദേശം 15 മുതൽ 20 ലക്ഷം ഡോളർ വരെ ആണ് തുടക്കക്കാർക്ക് ലഭിക്കുന്ന ഒരു വരുമാനം. ശമ്പളം എന്ന് പറയാൻ കഴിയില്ല, അത് വരുമാനമാണ്. അതിൽ നിന്നും മുകളിലേക്ക് ഉയർന്നു പോകുന്നു. ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിന് 7 അക്കത്തിൽ ഉള്ള US ഡോളറിലുള്ള വരുമാനവും ലഭിക്കുന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തുമാത്രം വരുമാനം ഉണ്ടാക്കുന്നു എന്നുള്ളത് തന്നെ. ഇതിൽ നിന്ന് എന്തുകൊണ്ട് ആരുമായിട്ട് ആരും വിട്ടുപോകുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വലിയ വരുമാനവും അവരുടെ കഴിവിന് ഒത്ത വിധം സ്വന്തമായിട്ട് നന്നായിട്ട് പണിയെടുത്തു കഴിഞ്ഞാൽ അതിന് ഒത്ത വിധമോ തത്തുല്യമായിട്ടുള്ള രീതിയിലോ ഉള്ള റിട്ടേൺസ് അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. എൻട്രപ്രണേഴ്സ് എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ് ഒരു കമ്പനിയിൽ ഇരുന്ന് നടത്തുന്നത് പോലെ തന്നെ ഉള്ള നേട്ടങ്ങൾ അവിടെ ഇരുന്ന് ട്രേഡ് ചെയ്യുമ്പോഴും ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു മേന്മയായിട്ട് ഇതിലുള്ളവർ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് വന്നു വരും. ഇത്രയ്ക്കധികം ഒരു ഹയർ ടെക്നോളജി യൂസ് ചെയ്യുന്നതും ആയിട്ടുള്ളൊരു കമ്പനിയിൽ നിന്നും വിട്ടുപോകാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ചരിത്രം പറയുന്നത് 1999-ലോ 2000-ലോ ഒക്കെ ആയിരിക്കാം ഈ ജെയിൻ സ്ട്രീറ്റ് വ്യവസ്ഥാപിതമായത്, അതായത് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് കരുതാം. ഇന്ന് ഏകദേശം 17 ട്രില്യൺ US ഡോളറിന് തത്തുല്യമായിട്ടൊരു സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്നു. ഇവ ലെവറേജ് ചെയ്തത് ഉൾപ്പെടുത്താതാണ് ഈ പറയുന്നത്. ഏകദേശം 20.5 ബില്യൺ US ഡോളറിന് തത്തുല്യമായിട്ടുള്ള ലാഭം ഉണ്ടാക്കി എന്നാണ് കരുതപ്പെടുന്നത് 2024-ലെ കണക്കനുസരിച്ച്. എന്തുകൊണ്ട് ജെയിൻ സ്ട്രീറ്റ് മറ്റുള്ള ക്വാണ്ടിറ്റേറ്റീവ് ട്രേഡിംഗ് കമ്പനികളുമായിട്ട് വ്യത്യസ്തമാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ക്വാണ്ട് ഫ്രെയിം വർക്ക് തന്നെയാണ്. കൂടുതൽ നമ്മൾ അനലൈസ് ചെയ്ത് കഴിയുമ്പം ഇതിൻ്റെ പുറകെ നടന്നവരൊക്കെ പറയുന്നത് മറ്റുള്ളവരിൽ നിന്നും വിഭിന്നമായിട്ട് ജെയിൻ സ്ട്രീറ്റ് ഉപയോഗിക്കുന്നത് OCAML, ഒബ്ജക്റ്റീവ് CAML എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇതിനുള്ള കുറച്ച് മേന്മകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേരൊക്കെ കഴിഞ്ഞ തലമുറയിൽപ്പെട്ടവർ, ഇപ്പോൾ എൻ്റെയൊക്കെ തലമുറയിലൊക്കെ പെട്ടവരൊക്കെ കുറച്ച് വളരെ അധികം ഉപയോഗിച്ചിട്ടുള്ള C. അത് കഴിഞ്ഞിട്ട് ഇടക്കാലങ്ങളിൽ പിന്നെ നമ്മൾ ജാവയിലേക്കൊക്കെ മാറി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. C എന്ന് പറയുന്ന ഒരു ഇമ്പരേറ്റീവ് പ്രോഗ്രാമിംഗ് ആയിരുന്നു. അതേസമയം ജാവ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഓപ്സ് ആയിരുന്നു, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ഫംഗ്ഷണൽ പ്രോഗ്രാമിംഗ് ആയിട്ടുള്ള ഹാസ്കലും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഫ്ലെക്സിബിലിറ്റിയാണ് സത്യത്തിൽ OCAML കൊടുക്കുന്നത്. ഇത് ഉപയോഗിച്ചിട്ടാണ് പ്ലാറ്റ്ഫോംസ് മുഴുവൻ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. അഥവാ നമ്മൾ ജെയിൻ സ്ട്രീറ്റിന്റെ മുൻപുള്ള ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസും ഒക്കെ എടുത്തു നോക്കി വരും, അതുപോലെ അറ്റൻഡ് ചെയ്തു വരും. ഇന്ത്യയിൽ നിന്ന് അറ്റൻഡ് ചെയ്തവർ ഒത്തിരി പേര് NIT-കളിൽ നിന്നും IIMസിൻ്റെ അകത്തുനിന്നും സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അകത്തുനിന്നും ഒക്കെ ഉള്ളവരുണ്ട്. അപ്പം അവരുടെയൊക്കെ ഒരു അനുഭവങ്ങൾ നോക്കുമ്പോൾ OCAML-ലുള്ള ചോദ്യങ്ങളാണ് ബഹുഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. ഇതുകൊണ്ട് തന്നെ പലപ്പോഴും മോശമില്ലാത്ത ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിലുള്ള കഴിവുള്ളവർക്ക് പോലും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയിലായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഒന്നുമില്ലെങ്കിലും ജെയിൻ സ്ട്രീറ്റിന്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഹയർ ഓർഡർ പസിൽസ് അതിലാണ് വളരെയധികം ഫാസിനേറ്റ് ആയിട്ടുള്ളതെന്ന് കാണാം. അഥവാ ഇതുപോലെയുള്ള കോംപ്ലക്സ് പസിൽസ് സോൾവ് ചെയ്യുന്നത് ഉൾപ്പെടെ ജെയിൻ സ്ട്രീറ്റിന്റെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് നമുക്ക് കാണാം. അപ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച മാത്തമാറ്റീഷ്യൻസിനെ തന്നെ ഈ ഒരു ക്വാണ്ട് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് അവർ റിക്രൂട്ട് ചെയ്യുന്നു എന്ന് കാണാം. അതേസമയം തന്നെ ഓപ്പറേഷൻസ് ഒക്കെ കുറച്ചൊരു നിഗൂഢമായിട്ടോ അല്ലെങ്കിൽ രഹസ്യാത്മകമായിട്ടോ വെക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ സ്ട്രാറ്റജീസോ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളോ ഇവരുടെ വരുമാനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളോ ഒരു ഹൈപ്പുകളോ ഒന്നുമില്ല. എന്തിനേറെ പറയുന്നു, ഒരു മുൻ ജീവനക്കാരൻ പങ്കുവെച്ചൊരു പോസ്റ്റിൻ്റെ അകത്തുള്ളത് മറ്റുള്ള കമ്പനികളിൽ നിന്നും വിഭിന്നമായിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേര് അച്ചടിച്ചിട്ടുള്ള
ഒരു ടീഷർട്ട് ഇടുന്നതിനോ മറ്റ് മാർക്കറ്റിംഗ് കൊളാട്രൽസോ ഒന്നും ഇടുന്നതിന് അനുവാദമില്ല. എന്തിനേറെ പറയുന്നു, ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പ്രൊഫൈലോ ഉണ്ടാക്കി കഴിഞ്ഞാൽ എവിടെയാണ് നമ്മൾ പണിയെടുക്കുന്നതെന്ന് അതിനകത്ത് ഇടാനുള്ള ഒരു അനുവാദം പോലുമില്ല. അപ്പോൾ തികച്ചും രഹസ്യാത്മകമായിട്ട് അഥവാ വലിയൊരു മീഡിയ ലൈംലൈറ്റോ ഒന്നും വരാൻ ഇഷ്ടപ്പെടാത്ത ഒരു രീതിയിലാണ് ജെയിൻ സ്ട്രീറ്റിന്റെ പ്രവർത്തനം. രേഖകൾ പറയുന്നത് 2000-ൽ ഈ കമ്പനി തുടങ്ങിയത് ടിം റെയ്നോൾഡ്സ്, റോബ് ഗാംബ്രിയൽ, മാർക്ക് ഗേഴ്സൺ, മൈക്കിൾ ജെൻകിൻസ് ഇവരെല്ലാവരും അന്നത്തെ ട്രേഡേഴ്സ് ആയിരുന്നു. ഇവരെ കൂടാതെ ജർസ്റ്റെയിൻ, അദ്ദേഹം IBMൽ ഡെവലപ്പറായിരുന്നു. ഇവരെല്ലാവരും കൂടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു കൺസോർഷ്യം തുടങ്ങി ഈ ഒരു ഓപ്പറേഷൻസ് തുടങ്ങിയത്. പക്ഷേ അതേസമയം ഇന്നത്തെ ഓണർഷിപ്പിനെ കുറിച്ച് കാര്യമായിട്ടുള്ള ഒരു ധാരണ ആർക്കുമില്ല. 30-40 വരുന്ന ഒരു സീനിയർ ഒഫീഷ്യൽസ് ചേർന്നിട്ടുള്ള ഒരു ഓണർഷിപ്പ് ആണ് എന്ന് പറയപ്പെടുന്നു. കഴിഞ്ഞ 4 വർഷത്തിൽ ലാഭത്തിലുണ്ടായ കുതിച്ചുചാട്ടം എന്ന് പറയുന്നത് 5 ഇരട്ടിയോളമാണ്. ഇതുകൊണ്ട് തന്നെയാണ് അതേ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന മറ്റു കമ്പനികൾ, ഒട്ടനേകം ഹെഡ്ജ് ഫണ്ടുകൾ ഉൾപ്പെടെ അവരെല്ലാവരും അവരുടെ കഴിവിന്റെ പരമാവധി പല രീതിയിൽ ജെയിൻ സ്ട്രീറ്റിൽ നിന്നും അവരുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ കാര്യമായിട്ട് അതൊന്നും ഫലപ്രാപ്തിയിലെത്തിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീട് കിട്ടിയ ഒരു ഭാഗ്യം പോലെ സെബിയുടെ വക കുറെ ഡിസ്ക്ലോഷേഴ്സ് വരുന്നത്. അതായിരുന്നു ഒരു പരിധി വരെ അവർക്ക് ഏകദേശം ജെയിൻ സ്ട്രീറ്റിന്റെ പ്രവർത്തന രീതികളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത്. സെബിയെ സംബന്ധിച്ച് ഈ രേഖകളൊക്കെ ഓരോരുത്തരുടെയും ട്രേഡിംഗ് ബിഹേവിയറും ഒക്കെ മനസ്സിലാക്കാനുള്ള ഡേറ്റ കയ്യിലുണ്ട് എന്നുള്ളത് കൊണ്ടും അത് പരസ്യപ്പെടുത്തേണ്ട ആവശ്യം വന്നതുകൊണ്ടും പരസ്യപ്പെടുത്തിയതാണ് എന്ന് മാത്രം. സെബി പരസ്യപ്പെടുത്തിയത് എല്ലാവർക്കും അറിയുമായിരിക്കും എന്താണെന്നുള്ളത്. ഓപ്ഷൻസ് ട്രേഡിങ്ങിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് ജെയിൻ സ്ട്രീറ്റ്. ബാങ്ക് നിഫ്റ്റിയിൽ ഉള്ള സ്റ്റോക്കുകൾ അത് ക്യാഷ് സെഗ്മെന്റിൽ വാങ്ങിക്കുന്നു, അതുവഴി ബാങ്ക് നിഫ്റ്റി മുകളിലേക്ക് പോകുന്നു. അതിനുശേഷം ബെയറിഷ് ആയിട്ടുള്ള ഓപ്ഷൻസ്, പുട്ട് ഓപ്ഷനോ അല്ലെങ്കിൽ കോൾ സെല്ലിങ്ങോ ഒക്കെ നടത്തുന്നു. അതിനുശേഷം നേരത്തെ വാങ്ങിച്ചിട്ടുള്ള ക്യാഷ് സെഗ്മെന്റിലുള്ളതെല്ലാം സെല്ല് ചെയ്യുന്നു. താനെ എല്ലാത്തിൻ്റെയും വില താഴേക്ക് വരും. ബെയറിഷ് പൊസിഷൻസ്, പുട്ടിൻ്റെയും വില മുകളിലേക്ക് പോകും, കോളിന്റെ വില താഴേക്കും പോകും. കോൾ സെല്ല് ചെയ്തതായതുകൊണ്ട് അതിൽ ലാഭം ലഭിക്കും, പുട്ട് വാങ്ങിച്ചതാണെങ്കിൽ അതിന് ലാഭം ലഭിക്കും. ഇങ്ങനെയുള്ള ലളിതമായിട്ടുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു നടത്തിയിരുന്നത് ഇന്ത്യയിൽ. ഇതുവഴി ഒട്ടനേകം ലാഭം ഉണ്ടാക്കി. അതാണ് പിഴയായിട്ട് അടയ്ക്കാൻ വേണ്ടി സെബി ആവശ്യപ്പെട്ടത്. പറയപ്പെടുന്നത് ജെയിൻ സ്ട്രീറ്റ് ഒരിക്കലും അവരുടെ 70% ഏറെ ഉള്ള റിസർവ്സിൽ ട്രേഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതായത് 70% വെച്ച് തന്നെ ഇതേപോലെ എല്ലാം ചെയ്യാൻ കഴിയുന്നു. കൂടാതെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു ഫയർ ഫൈറ്റിംഗ് മെക്കാനിസം എന്ന രീതിയിൽ ബാക്കി 30% എടുത്തിട്ട് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് ഈ ഒരു ട്രേഡിംഗ് മൊത്തം കൊണ്ടുവരാൻ കഴിയുന്നു. ഈ ഒരു രീതിയിലാണ് പ്രവർത്തനം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. എക്സിലുള്ള ചില പോസ്റ്റുകളെല്ലാം പറയുന്നു ജെയിൻ സ്ട്രീറ്റിന്റെ ഒരുമാതിരിപ്പെട്ട ഏത് ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ആണെങ്കിലും അത് ഏത് ഇൻഡെക്സിനെയും ഒരു 1 മുതൽ 2% വരെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ട് എന്ന് പറയുന്നു. പക്ഷെ എങ്കിൽ പോലും ആ കൂട്ടത്തിൽ തന്നെ സംശയങ്ങൾ പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. ബ്ലാക്ക് റോക്കിന്റെ അലഡിൻ പോലത്തെ പ്ലാറ്റ്ഫോംസിലൊന്നും ഹോസ്റ്റ് ചെയ്യാതെ തന്നെ ഇതിന് ഇത്രയധികം മാർക്കറ്റ് മൂവ്മെന്റ് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു സംശയവും അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. രണ്ടാണെങ്കിലും മാർക്കറ്റ് മാനിപ്പുലേഷൻ ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അടുത്തായിട്ട് നമുക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു തരാം. ജെയിൻ സ്ട്രീറ്റിനെ നമ്മൾ പിഴയിടുകയും നിരോധിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇന്ത്യക്ക് എന്തെങ്കിലും സംഭവിച്ചോ, ഇന്ത്യൻ മാർക്കറ്റിന് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ളതാണ് ചോദ്യം. ഡേറ്റ അനുസരിച്ച് കഴിഞ്ഞ ആഴ്ചത്തെ കണക്കിൽ ഇന്ത്യയിലെ ഓപ്ഷൻ പ്രീമിയംസ് 35% കുറവാണ് വന്നത്. കഴിഞ്ഞ ഒരു 3-4 വർഷങ്ങളായിട്ട്, 3-4 വർഷമല്ല 5 വർഷങ്ങളായിട്ട് പോസ്റ്റ് കോവിഡിന് ശേഷം നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് സ്ട്രെച്ച്ഡ് ആണ്, വാല്യൂഷൻസ് സ്ട്രെച്ച്ഡ് ആണ്. ഓപ്ഷൻ പ്രീമിയംസ് താരതമ്യേന വളരെ ഉയർന്നതാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതിന്റെ ആക്ടിവിറ്റീസ് തന്നെയാണ്. ആ ഒരു ആക്ടിവിറ്റി കുറഞ്ഞു, പ്രീമിയംസ് കുറഞ്ഞു. അതാണ് ഡേറ്റ കാണിക്കുന്നത്. ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ന്യൂ നോർമലാണ്, ഒരു പുതിയ സാധാരണത്വമാണ്. അത് മാർക്കറ്റിന്റെ ആരോഗ്യപരമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിന് വളരെ നല്ലതാണ്. പക്ഷെ അതേസമയം തന്നെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്യാപിറ്റൽ മാർക്കറ്റ് അഥവാ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് മുതലാളിത്ത വ്യവസ്ഥയുടെ ഏറ്റവും മൂർത്തമായിട്ടുള്ളൊരു ഭാവമാണ്. അതിൽ ക്യാപിറ്റലാണ് രാജാവ്, ക്യാപിറ്റൽ ഈസ് കിങ്. അപ്പോൾ ഈ ക്യാപിറ്റൽ എവിടെ നിന്ന് വന്നു കഴിഞ്ഞാലും അത് രണ്ട് കൈയും നീക്കി സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു ക്യാപിറ്റലിസ്റ്റിന്റെ പരമമായിട്ടുള്ള ഒരു ഉദ്ദേശം. അപ്പോൾ ഒരു രാജ്യത്തെ മാർക്കറ്റ് റെഗുലേറ്റർ വളരെയധികം കർക്കശമാണ് എന്നുള്ളൊരു തോന്നൽ നൽകി കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള നിക്ഷേപങ്ങൾ താരതമ്യേന വളരെ കുറയും. നമുക്കറിയുന്ന പോലെ തന്നെ തദ്ദേശീയമായിട്ടുള്ള നിക്ഷേപം അത് DAs ആണെങ്കിലും റീറ്റെയിലേഴ്സ് മാത്രമാണെങ്കിലും മാർക്കറ്റിന്റെ മുകളിലേക്ക് കൊണ്ടുപോകാൻ ഒട്ടും പര്യാപ്തമല്ല നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കാലക്രമേണ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ആകർഷണീയത നഷ്ടപ്പെടും. അതൊരു വിഷ്യസ് സൈക്കിളാണ്. ആകർഷണീയത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നവരുടെ എണ്ണം കുറയും. കുറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആകർഷണീയത നഷ്ടപ്പെടും. അപ്പോൾ ഇതൊരു സൈക്കിളായിട്ട് അങ്ങോട്ട് തുടർന്നുകൊണ്ടിരിക്കും. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും പണ്ടത്തതിന് തത്തുല്യമായിട്ട് കുറേ പേര് പുറത്തു പോയി കളയും. മറ്റുള്ള പല നിക്ഷേപ മാർഗങ്ങളും തേടിപ്പോകും, കൂടുതൽ അപകടത്തിൽപ്പെടും. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ സംഭവിക്കാനിരിക്കുന്നു എന്നുള്ളത് കാലം തെളിയിക്കട്ടെ. ജെയിൻ സ്ട്രീറ്റിനെ കുറിച്ച് ഏകദേശം ഒരു അവബോധം എല്ലാവർക്കും ലഭിച്ചു കാണുമെന്ന് കരുതുന്നു. മറ്റൊരു അദ്ദേഹത്തിന് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.